Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ ടെക്സ്റ്റ് ആനിമേഷൻ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. ദെൻ നമ്മൾ ഫിൽ സ്ക്രീൻ കൊടുക്കുക, അതിൻ്റെ കളർ വന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ജസ്റ്റ് നോർമലായിട്ട് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അതായത് വേറെ കളർ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റിൽ വന്ന ശേഷം നിങ്ങളൊരു ടെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഇതാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇഷ്ടമുള്ളൊരു ഫോണ്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഫോണ്ട് സൈസ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ കളർ ഞാൻ വന്നിപ്പോൾ വൈറ്റ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ലെമൺ മിൽക്ക് ബോൾഡ് എന്ന് പറഞ്ഞ ഫോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മളിത് സൈസൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്നുള്ള രീതിക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ലെയർ സെൻറ്ററിലോ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള രീതിക്ക് സെറ്റ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് സെൻറ്ററിൽ അലൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് ഓരോ എഫക്റ്റായിട്ട് ആഡ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ആ ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്. ഇപ്പോൾ ടെക്സ്റ്റ് എന്നുള്ളതിൻ്റെ ടെക്സ്റ്റ് എഫക്ട്സിന് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ വന്ന് നമ്മൾ ടെക്സ്റ്റ് ട്രാൻസ്ഫോം സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഇതേപോലെ ആഡ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ സ്റ്റാർട്ടിലാണ് നമ്മൾ കീ ഫ്രെയിംസ് കൊടുക്കേണ്ടത്. സ്റ്റാർട്ടിൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം കൊടുക്കുക. ദെൻ എൻഡിൻ്റെ കുറച്ച് മുമ്പിലായി വന്നൊരു കീ ഫ്രെയിം കൊടുത്തിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിൻ്റെ വാല്യൂ നമ്മൾ 100ലേക്ക് സെറ്റ് ചെയ്യുക. കറക്റ്റ് 100ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ടിൻ്റെ വാല്യൂ വന്ന് ദെൻ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓഫ് സെറ്റ് വന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. എക്സിൻ്റെ വാല്യൂ നമ്മൾ 100ലേക്ക് കറക്റ്റാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ആൽഫ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് 0യിലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഫുള്ളായി കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ഫുള്ളായി കുറച്ച് -1ലേക്ക് ആൽഫയുടെ വാല്യൂ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ കുറച്ചും കൂടെ താഴേക്ക് പോകുമ്പോൾ എറേസ് ഇന്നുണ്ടാവും. അത് 100%ലേക്കും എറേസ് ഔട്ട് എന്നുള്ളത് -100%ലേക്കും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ അതിൻ്റെ താഴെയുള്ള ഓവർലാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ 100ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് 100ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഒന്നാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ബാക്ക് വന്ന് അഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്ന ശേഷം ഓസിലേറ്റ് എഫക്റ്റ് ആഡ് ചെയ്യുക. അതായത് നമുക്ക് മിനിമലായിട്ടുള്ള ഒരു ഷെയ്ക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആംഗിളിൽ വരിക. ആംഗിളിൻ്റെ വാല്യൂ 45 നമ്മൾ 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യുക. അതായത് ആ ഒരു ഷെയ്ക്കിൻ്റെ ആംഗിൾ വന്ന് 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻസി ഉണ്ടാവും അതിൻ്റെ താഴെയായിട്ട്. ഫ്രീക്വൻസി 2 ഹെർട്സിലായിരിക്കും ഉണ്ടാവുക. അത് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷെയ്ക്കായിരിക്കും ഉണ്ടാവുക 2 ഹെർട്സിൽ. നമുക്ക് അത്ര വേണ്ട ടെക്സ്റ്റ് എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 0.50 ആണ് നമ്മൾ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ താഴെ മാഗ്നിറ്റ്യൂഡ് 25 നമ്മളൊരു 20-22 ആ റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഓസിലേറ്റിൽ ചെയ്യേണ്ടത്. ദെൻ ബാക്ക് വരാം. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സിൽ വരാം. നമ്മൾ ഫ്രാക്ചറൽ വാർപ്പ് ആഡ് ചെയ്യുക. ഓക്കെ, ഫ്രാക്ചറൽ വാർപ്പ് ഇതേപോലെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇതിലും നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം പൊസിഷനിൽ. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ നേരത്തെ കീ ഫ്രെയിം ആഡ് ചെയ്ത ആ ഒരു പൊസിഷനിൽ അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ വന്ന് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യണം. ഒരു 1000 മുകളിൽ കൊണ്ടുപോകണം. ഓക്കെ, 1000 മുകളിലേക്ക് നമ്മൾ ആ ഒരു വാല്യൂ സെറ്റ് ചെയ്യണം. എക്സിൻ്റെ വാല്യൂ ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യണം. വൈയുടെ വാല്യൂ നമ്മൾക്ക് അത്ര ആവശ്യമില്ല. എക്സിൻ്റെ വാല്യൂ ഞാനിപ്പം 1216 ആ ഒരു റേഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. വൈയുടെ വാല്യൂ നമ്മൾ കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൈനസ് ആണ് സെറ്റ് ചെയ്യുന്നത്, -133. ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ വൈയുടെ വാല്യൂ എടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ താഴെ പാരലാക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ അടുത്തതായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് -23ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് -23ലേക്ക് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ വൈ വാല്യൂ നമ്മൾ ചേഞ്ചസ് ഒന്നും ചെയ്യണ്ട. ഇനി നമ്മൾക്ക് അതിൻ്റെ താഴെയായിട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പം 0.200 ഉണ്ടാവുക. അത് നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 0.265 ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അതിൻ്റെ താഴെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ഓപ്ഷൻ വന്ന് ദെൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ വന്ന് നമ്മളിവിടെ 1 ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ കുറച്ച് കൊടുക്കുക. ഒരു 0.20 അല്ലെങ്കിൽ 25 ആ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ ഇത് സെറ്റ് ചെയ്യുക. അതായത് ഡീറ്റെയിൽ വന്ന് ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക.
ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിപ്പം 0.50 ഉണ്ടാവുക. അതും നമ്മൾ കുറച്ച് കൊടുക്കുക. ഒരു 0.35 36 ആ ഒരു റേഞ്ചിലേക്കൊക്കെ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ സ്ക്രീൻ സ്പേസ് ഒന്ന് ഓൺ ആക്കിയിടുക. ഇതേപോലെ എനേബിൾ ചെയ്തിടുക. ഒക്ടാവ്സ് വന്ന് നമ്മൾ 6 തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് ചെയ്യുക, ആഡ് എഫക്ട്സിൽ വരിക. നമ്മൾ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അതുകൂടെ ആഡ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതേപോലെ 2 ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവൂ. ഇതിൽ ഇന്ന് പറഞ്ഞത് 0 ആക്കി കൊടുക്കുക, ഔട്ട് വന്ന് 0.50 ആ ഒരു റേഞ്ചിൽ തന്നെ സെറ്റ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു വേവി ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ആ ഒരു ടെക്സ്റ്റ് ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ദെൻ മുകളിലെ ലെയർ സെലക്ട് ചെയ്ത് ബോർഡർ ആൻഡ് ഷാഡോയിലേക്ക് വരാം. ഇതെന്ന് പറഞ്ഞാൽ ഷാഡോ എനേബിൾ ചെയ്ത് കൊടുത്ത് ഷാഡോയുടെ വാല്യൂ ഒരു 20 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഓക്കെ, ഏകദേശം ഈ ഒരു വാല്യൂ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ബാക്ക് വരാം. ദെൻ അടുത്ത് അതായത് അതിൻ്റെ താഴെയുള്ള ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ വരാം, ആഡ് എഫക്ട്സിൽ വരാം. ബ്ലറിൽ നമ്മൾ ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യുക. ഓക്കെ, ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു മിനിമലായിട്ടുള്ള ഒരു ഗ്ലോ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞാൽ ഇതാ ഈ ഒരു രീതിക്ക് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്റ്റ് കിട്ടും. നമ്മളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഇതാ ഇതേപോലെ ആയിരിക്കും നമുക്ക് കറക്റ്റായി കിട്ടുക. നിങ്ങൾക്ക് ഇതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 2 ലെയറും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങളിത് 2 ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് വെക്കുക. ശേഷം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് എന്നുള്ള രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.